വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെയും US ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഗോൾഡിന്റെ വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈയും കൂടിയാണ്. അതുപോലെ താഴത്തെ ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം അവിടെ നിന്നിട്ടാണ് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിരിക്കുന്നത്. മുകളിലോട്ട് പോയിട്ട് പിന്നത്തെ ആഴ്ച വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നിരുന്നു. പക്ഷെ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് മുകളിൽ നിന്ന് നല്ല റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ടേക്ക് ഒരു സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ട്. എനിവേ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാൻ വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ആദ്യമായിട്ട് പോകുന്നത് 1 ഡേ ചാർട്ടിലേട്ടാണ്. 1 ഡേ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലേക്കാണ്. നോക്കിയാൽ കാണാം ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അവിടെ നമ്മളൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അവിടെ വന്നതിന് ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് റസ്റ്റ് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ ആയിട്ട് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ഒരുപക്ഷെ മുകളിലോട്ട് പോയേക്കാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി 1 ഡേ ചാർട്ടിൽ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. നോക്കിയാൽ കാണാം ഇവിടെയും മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിരുന്നു. നേരത്തെ താഴോട്ട് വരച്ച സപ്പോർട്ടിലും തൊട്ട് മുകളിൽ വരച്ച റെസിസ്റ്റൻസിന്റെ ഉള്ളിലായിരുന്നു മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വരുന്ന ആഴ്ച ഈ റേഞ്ചിൽ ഏതെങ്കിലും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. ഇനി 1 ഡേ ചാർട്ടിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. നോക്കിയാൽ കാണാം ഇവിടെയും ഒരു സപ്പോർട്ട് ഏരിയ കൂടിയാണ്. അതിനെയും സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി അതിന്റെ തൊട്ട് മുകളിൽ ഒരു ഇംബാലൻസും കൂടി ഉണ്ട്. ആ ഒരു ഇംബാലൻസ് ഓൾറെഡി വന്നിട്ട് ഹിറ്റ് ചെയ്തതാണ്, എങ്കിലും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് 4 അവറിലേക്ക് പോവാം. 4 അവറിലേക്ക് പോകുന്ന സമയത്ത് 1 ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ കാര്യമായിട്ട് ഒന്നും തന്നെ മാർക്ക് ചെയ്യാനില്ല. ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ അത്യാവശ്യം മോശമല്ലാത്ത ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. ആ ഏരിയ ഓൾറെഡി നമ്മൾ 1 ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല, ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ 4 അവർ ചാർട്ടിൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ, അതായത് ഇപ്പോൾ വരച്ച ക്യാൻഡിലിന്റെ ലോയിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വരച്ചിരിക്കുന്ന റൗണ്ട് ഏരിയയിൽ വന്നു കഴിഞ്ഞ ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആവാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ തന്നെ മാക്സിമം ഈ ഒരു ഏരിയയിലേക്ക് മാത്രം ടാർഗറ്റ് വെക്കുക. ഇനി ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ താഴെ വീണ്ടും പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട്. ഇവിടെ വളരെ നാളുകളായിട്ട് നല്ല രീതിയിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നൊരു ഏരിയ ആണ്. ആ മാർക്കറ്റ് അവിടേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് 4 അവറിന്റെ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇവിടേക്ക് ഇറങ്ങിയിട്ട് ഈ സപ്പോർട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വെക്കാം. അപ്പോഴും ബൈ ഓപ്പർച്യൂണിറ്റി വെക്കുകയാണെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈയിലേക്ക് വരെ നമുക്ക് വെക്കാം. അതിന്റെ ഉള്ളിൽ ഇവിടെ 4 അവറിന്റെ ഒരു ഇംബാലൻസും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അവിടെ വരെ എത്തിയിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീണ്ടും ഒരു ഇംബാലൻസും കാര്യങ്ങളും ഇവിടെയും കിടക്കുന്നുണ്ട്. അതെല്ലാം നോക്കി തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ഇവിടേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ കാണണമെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടണം. അല്ലാതെ ട്രേഡ് എടുക്കാൻ നിൽക്കരുത്, ബൈ ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് കുറെ നാളുകളായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുകളിലോട്ട് കൺഫർമേഷൻ പോകും രീതിയിലേക്ക് ഒരു കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയാണ് ഈ ആഴ്ചയിലെ ഗോൾഡിന്റെ വീക്കിലി അനാലിസിസ്. ഇനി നമുക്ക് US ഓയിലിലേക്ക് പോവാം. US ഓയിലിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിൽ നിന്ന് വീണ്ടും കഴിഞ്ഞ ആഴ്ച ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ തന്നിട്ടുണ്ട്. ബുള്ളിഷ് ക്യാൻഡിൽ തന്നിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒന്ന് നോക്കാം. ഇപ്പോ വീക്കിലിയിലെ പ്രധാനപ്പെട്ട 2 ഏരിയാസ്, അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഡേ ചാർട്ടിലോട്ട് പോവാം. 1 ഡേ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കാണിക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കാണിച്ചതിന് ശേഷം റീടെസ്റ്റ് തന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകാൻ തന്നെയാണ് ഒരു ശ്രമം നടത്തുന്നത്. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് ഒരു സ്ട്രക്ചറൽ ചേഞ്ചും തന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് മുകളിലോട്ട് തന്നെ പോകുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എനിവേ 1 ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വീക്കിലിയിൽ മാർക്ക് ചെയ്തിട്ടിരുന്നു, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 1 ഡേയിലേക്ക് മാർക്ക് ചെയ്തിടുന്നുണ്ട്.
ഇതാണ് വൺ ഡേയില് ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോ വൺ ഡേയിലെ റെസിസ്റ്റൻസുകൾ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് നമുക്ക് ലൈനുകളായിട്ട് മാർക്ക് ചെയ്തിടാം. ഹൈനെയാണ് റെസിസ്റ്റൻസുകളായിട്ട് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്തിടാനുള്ളത് ഒരു ഇംബാലൻസ് ഏരിയ ആണ്. ആ ഒരു ഇംബാലൻസ് ഏരിയ നോക്കിയാൽ കാണാം ഓൾറെഡി മാർക്കറ്റ് വന്ന് അവിടെ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിന് കുറച്ച് ഭാഗം ബാലൻസ് ഉണ്ട്. അപ്പൊ അതിനെ ഒരു ഇംബാലൻസ് ആയിട്ട് വൺ ഡേയിൽ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 4 ഹവറിലേക്ക് പോവാം. 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷ് ആണ് കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുണ്ട്, ഹയർ ടൈം ഫ്രെയിമിൽ തന്നിട്ടുണ്ട്. അപ്പൊ 4 ഹവറിൽ അതിന് ബ്രേക്ക് കാണിച്ചിട്ട് ഒരു ചെറിയ ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇറങ്ങി വരുന്ന ഒരു ഏരിയ, ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വീണ്ടും ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവിടേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പൊ അതിനെ ആ ഒരു ഏരിയനെ നമ്മൾ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഏരിയ തന്നെയാണ്. ഇതൊരു നല്ല അത്യാവശ്യം റെസിസ്റ്റൻസ് 4 ഹവറിൽ കാണിക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് വന്നിട്ട് ഹിറ്റ് ചെയ്തതാണ്. അപ്പൊ ഈ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. 4 ഹവറിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ ബ്രേക്ക് ചെയ്ത് ഈ റെസിസ്റ്റൻസ് ഏരിയയിലും ഹിറ്റ് ചെയ്ത് ഒന്ന് താഴോട്ടേക്ക് വീണ്ടും ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി 4 ഹവറിന്റെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ എൻട്രി ഉണ്ട്. അല്ല, ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്നും വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിലും ബൈ എൻട്രി ഉണ്ട്. ഇവിടേക്ക് എത്തണമെന്നില്ല, ബൈ എൻട്രി ഉണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ഏരിയയിലാണെങ്കിൽ ഈ ഒരു ഹൈ ആണ് ടാർഗറ്റ്. അല്ല, മുകളിൽ പോയി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ടാർഗറ്റ് വരുന്നത് ഇതായിരിക്കും. അങ്ങനെ ഇതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇംബാലൻസിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വരാം. അങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇതോ അല്ലെങ്കിൽ ഇവിടെയോ ആയിരിക്കും ടാർഗറ്റ് വരിക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുള്ളിഷിനുള്ള മൂവ്മെന്റ് എല്ലാം കാണിക്കുന്നുണ്ട് ഓയിലിൽ. ബെയറിഷിന്റെ ഒരു സ്റ്റേജ് ഏറെക്കുറെ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാഴ്ച ഒരുപക്ഷെ ബുള്ളിഷ് ആവാം, അല്ലെങ്കിൽ നല്ലൊരു ബ്രേക്ക് മുകളിലോട്ട് തന്നിട്ട് നല്ലൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ആവാം. അപ്പൊ ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ഒരുപക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായതുകൊണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള റേഞ്ചിന്റെ ഉള്ളിലായതുകൊണ്ട് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട്, പ്രത്യേകിച്ചും മുകളിലോട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംബാലൻസ് വരെ ഈ വീക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മുകളിൽ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അതായത് ഈ ഒരു ഹൈയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ ഒരു ഹൈ എത്തുന്നതിനേക്കാൾ മുന്നേ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയുടെ മുകളിലാണ്. ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് അത് ഈ ഒരു ക്യാൻഡിൽ വരെയൊക്കെ നമുക്ക് നീട്ടി വരയ്ക്കാവുന്നതാണ്. അപ്പൊ അതൊന്നും എല്ലാവരും ഓർമ്മയിലിരിക്കുക. ഒരുപക്ഷെ നല്ലൊരു ബുള്ളിഷ് ആണെങ്കിൽ ഒരുപക്ഷെ ഈ ആഴ്ച ഈ ഒരു ബ്ലൂ ലൈൻ വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്നൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കുന്നില്ല. നേരത്തെ നമ്മൾ ഓൾറെഡി ഹയർ ടൈം ഫ്രെയിമിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നു, മാത്രമല്ല ഒരു നല്ലൊരു റീടെസ്റ്റും തന്നു. അപ്പൊ റീടെസ്റ്റ് തന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. ഇനി ചെറിയ ചെറിയ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി മറ്റുമെല്ലാം നമുക്ക് ഡെയിലി അനാലിസിസിൽ നോക്കാം. അപ്പോൾ ഡെയിലി അനാലിസിസ് എല്ലാവരും വാച്ച് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ആഴ്ച പ്രോഫിറ്റബിൾ വീക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു.